ഹൈ, കോമൺലി GST ഫയൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയ മിസ്റ്റേക്കുകൾ കാരണം ഹ്യൂജ് പെനാൽറ്റി വരാവുന്നതാണ്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കോമൺലി GST ഫയൽ ചെയ്യുന്നത് ലേറ്റായിട്ട് ഫയൽ ചെയ്യുന്ന സമയങ്ങളിൽ ലേറ്റ് ഫീസ് വരും. അതുപോലെ നമ്മൾ ലേറ്റായിട്ട് ഫയൽ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിന് മുകളിൽ ഇൻട്രസ്റ്റ് കൂടി നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. മാക്സിമം പ്രോപ്പർ ടൈമിൽ നമ്മൾ ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അന്നത്തെ തിങ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് GST റിട്ടേൺ, GSTR 1-ലും 3-ലും വരുന്ന ഡാറ്റ എൻട്രി മിസ്റ്റേക്ക് കാരണം നമുക്ക് GSTന്ന് നോട്ടീസ് തന്നെ വരാനുണ്ട്. അപ്പോൾ GST ഫയൽ ചെയ്യുന്ന ടൈമിൽ ഡബിൾ ചെക്ക് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യും. അടുത്തതായിട്ട് മിസ്സിങ് ITC ക്ലെയിംസ്, അതായത് ITC നമ്മൾ ഇൻപുട്ട് എടുക്കാൻ നമ്മൾ മിസ് ചെയ്ത് പോവാം. ചില ITC നമ്മൾ 2Bയിൽ വന്നിട്ടുണ്ടോ, 2Aയിലുള്ള ITC എല്ലാം 2Bയിൽ വന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ITC ഇൻപുട്ട് എടുക്കാൻ നമ്മൾ മിസ് ചെയ്ത് പോവുക. അതുപോലെ ITC 2B ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാതെ നിന്നാൽ ഒരുപാട് ലോസ് വരുന്നുണ്ട്. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നു പോവുക ITC, അതുപോലെ ITC ക്ലെയിം ചെയ്തത് 2B ആയിട്ട് മാച്ച് ചെയ്യാതെ വരിക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ITC അവിടെ നല്ല ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സപ്ലയർ ഇൻവോയ്സുകളും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ഡബിൾ ചെക്ക് ചെയ്യുക എന്നതാണ് ഇതിലുള്ള മെയിൻ ഓപ്ഷൻ. ഇങ്ങനെയുള്ള GST മിസ്റ്റേക്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് യുവർ മണി ആൻഡ് സ്റ്റേ കംപ്ലൈൻറ്റ്. കൂടുതൽ ഇങ്ങനത്തെ ബിസിനസ് ടാക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്.